യേശു ക്രിസ്തുവിന്റെ ജനനം മനുഷ്യൻ ജനിപ്പിച്ചതല്ല, യേശു ജനിച്ചു. സ്തോത്രം. ഇനി മത്തായി സുവിശേഷത്തിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഭാഗം വിട്ടേക്കാം. ഈ സുവിശേഷത്തിന്റെ വേറും പ്രത്യേകത, മനുഷ്യരെ രാജാവാക്കുക. മനുഷ്യനെ രാജാവാക്കുക. അങ്ങനെയാണല്ലോ ശമൂവേലിന്റെ 1-ാം പുസ്തകം 10:1, ശമൂവേലിന്റെ 2-ാം പുസ്തകം 2:4 ഒന്ന് വായിച്ചോ മോളെ. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞത്, യഹോവ തന്റെ അവകാശത്തിന്റെ പ്രഭുവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. നീ ഇന്ന് എന്നെ പിരിഞ്ഞു പോകുമ്പോൾ. അപ്പോൾ യഹോവ തന്റെ ജനത്തിന്റെ അവകാശത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. മനുഷ്യനെ രാജാവാക്കുക. 2:4 വായിച്ച് ശമൂവേലിന്റെ 2-ാം പുസ്തകം 2:4. അപ്പോൾ യഹൂദാ പുരുഷന്മാർ വന്ന് അവിടെ വെച്ച് ദാവീദിനെ യഹൂദാ ഗൃഹത്തിന് രാജാവായി അഭിഷേകം ചെയ്തു. അപ്പോൾ മനുഷ്യരെല്ലാം കൂടി മനുഷ്യനെ രാജാവാക്കുക. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വിശേഷത മനുഷ്യരാരും രാജാവാക്കിയതല്ല, അവിടുന്ന് രാജാവായിട്ട് പിറന്നവൻ. അങ്ങനെയാണല്ലോ 2-ാം അധ്യായത്തിൽ വായിക്കുന്നത്. വായിച്ചേ മോളെ, മത്തായി 2:1-2. ഹെരോദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കിൽ വിദ്വാൻമാർ യെരൂശലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. അപ്പോൾ അവിടുന്ന് പിറന്നപ്പോഴേ രാജാവായിട്ട് പിറന്നവൻ. മറ്റുള്ളവരൊക്കെ പിറന്നു കഴിഞ്ഞ് സ്തോത്രം തന്നെ രാജാവായവരുണ്ട്. സ്തോത്രം സൂത്രത്തിൽ രാജാവായ ആൾക്കാര് ഉണ്ട്. അദോനിയാമിന്റെ വിഷയമൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല, വേറെ ദിവസം നിങ്ങൾക്കറിയാം. ചതിച്ചും വഞ്ചിച്ചും രാജാവായ പുള്ളിയാണ് അബ്ശാലോം. സൂത്രമൊപ്പിച്ച് തന്നെ പണ്ടൊരാള് പ്രാർത്ഥിച്ചു, കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണം, ഇല്ലേ ഞാൻ അനുഗ്രഹിക്കപ്പെടും. പുള്ളി തന്നെ പറയാം. അപ്പോൾ അബ്ശാലോം സൂത്രത്തിൽ രാജാവായി. തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും കുതിരകളെയൊക്കെ സമ്പാദിച്ചെന്ന ശമൂവേലിന്റെ 2-ാം പുസ്തകം 15:1 മുതൽ വായിച്ചേ മോളെ. വായിച്ചേ പെട്ടെന്ന്. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ചു. പിന്നെ അബ്ശാലോം അധികാരത്തെഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികിൽ നിൽക്കും. ആരെങ്കിലും വ്യവഹാരം ഉണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏത് പട്ടണക്കാരൻ? അപ്പൊ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇങ്ങനെ അബ്ശാലോം ആൾക്കാരെ വശീകരിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് സൂത്രമെല്ലാം ഒപ്പിച്ച് ഇവൻ തന്നെ രാജാവായി. വരുന്നവനെ എല്ലാം പിടിച്ച് ചുംബിക്കുകയും മുഖസ്തുതി പറയുകയും ചക്കരവാക്കും എല്ലാം പറഞ്ഞ് ആള് കൂടാത്തത് എല്ലാത്തിനും കൂട്ടി പുള്ളി തന്നെയാണ് രാജാവാണ്. പക്ഷെ ഗതികേട് നമുക്കറിയാം. ഒടുവിൽ രാജാവിന്റെ മുടിയെല്ലാം കൂടെ കരുവേലകത്തിൽ കയറി കുരുങ്ങി, മുടിയെല്ലാം കൂടെ കുടുങ്ങി രാജാവ് ഇങ്ങനെ കിടന്ന് ആടുക. നമ്മൾ പറയും പ്രൈസാൻ മറിച്ചിട്ടാണ്. പുതിയ മെത്തേഡാണെന്ന് പറഞ്ഞു. അതാ മുടിയിൽ തൂങ്ങി കിടന്ന് ആടുക. സ്തോത്രം. ഗതികേട് പിന്നെ പറയണ്ടല്ലോ. വള്ളക്കകത്ത് 3 കുന്തം കുത്തിക്കിടത്തി 10 പേര് വട്ടം കൂടി പട്ടിയെ തല്ലും പോലെ തല്ലിക്കൊന്ന് അഭയമരത്തിലെ കുഴിക്കകത്ത് തട്ടി. അപ്പൊ സൂത്രത്തിൽ തന്ത്രത്തിലൊക്കെ രാജാവാകുന്നവരുണ്ട്, അല്ലെ? മനുഷ്യനെ രാജാവാക്കുക. എന്നാൽ ക്രിസ്തുയേശുവിന്റെ രാജ്യത്വത്തെ പറ്റി 2-ാം അധ്യായത്തിൽ വായിക്കുന്നത് കിഴക്കുന്നെന്ന് വായിച്ച മോളെ. കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരൂശലേമിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ. അപ്പോൾ പിറന്നതേ രാജാവായിട്ടാണ്. രാജാവു നീ, രാജാവു നീ എന്നും കർത്താവു നീ, രാജാവു നീ എന്നും കർത്താവു നീ.
രാജാതി രാജാവ്. അപ്പൊ മനുഷ്യൻ മനുഷ്യനെ ജനിപ്പിക്കുന്നു എന്നാൽ മത്തായി എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. യേശു ജനിച്ചു. മനുഷ്യൻ മനുഷ്യനെ രാജാവാക്കുന്നു. എന്നാൽ മത്തായിയുടെ എഴുത്തിന്റെ പ്രത്യേകത ക്രിസ്തുയേശു രാജാവായിട്ട് പറഞ്ഞവനാണ്. ആ യേശുവിനെ പറ്റിയാണ് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജാതി രാജാവായ യേശു. യേശു ക്രിസ്തു രാജാതി രാജാവാണ്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം അവൻ സ്തോത്രം ക്രിസ്തുയേശുവിന്റെ തിരുപ്പറവിയെ സംബന്ധിച്ച് ദൂതൻ വരുന്നതും ആലോചന കൊടുക്കുന്നതും മറിയ ഗർഭവതിയാകുന്നതും യേശുവിനെ പ്രസവിക്കുന്ന കാര്യമാണ് 1-ാം അധ്യായം. 2-ാം അധ്യായത്തിൽ ആട്ടിടയന്മാര് വന്ന് കർത്താവിനെ വിദ്വാൻമാര് വന്ന് നമ്മുടെ കർത്താവിനെ കാണുകയും പൊന്ന് മൂറ് കുന്തിരിക്കം കൊണ്ടുവന്ന് കാഴ്ച വെച്ച് അവിടുത്തെ വണങ്ങി ആരാധിക്കുന്ന കാഴ്ചയാണ് 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവാകുന്ന യേശു ക്രിസ്തു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെടുന്നു. പരിശുദ്ധാത്മാവ് സാക്ഷ്യവും പ്രസ്താവിക്കുന്നു. സ്വർഗം തുറക്കുന്നു. 4-ാം അധ്യായത്തിൽ അവിടുത്തെ പരീക്ഷകളെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം 5, 6, 7 ആ 3 അധ്യായം ക്രിസ്തുയേശുവിന്റെ പർവ്വത പ്രസംഗം, ഗിരിപ്രഭാഷണം. ഏതാണ്ട് 10-28 സബ്ജക്റ്റുകൾ യേശു സംസാരിച്ചു വിശേഷമായിട്ട്. 8-ാം അധ്യായത്തിൽ കുഷ്ഠരോഗിയെ അവിടുന്ന് സുഖമാക്കുന്ന കാര്യം കാണും. 9-ാം അധ്യായത്തിൽ പക്ഷപാതക്കാരന് പൂർണ്ണ വിടുതൽ യേശു കൊടുക്കുക. 10-ാം അധ്യായത്തിൽ അപ്പോസ്തലന്മാരെ തെരഞ്ഞെടുത്തവരെ അയക്കുകയാണ്. സ്തോത്രം. ഇങ്ങനെ ഓരോ അധ്യായത്തിലും യേശുക്രിസ്തുവിന്റെ മഹത്വമാണ് വെളിപ്പെടുത്തുന്നത്. അതേ സമയത്ത് ഭയപ്പെടുന്നത് കൊണ്ട് എല്ലാ അധ്യായത്തിലും കൂടെ കയറി ഇറങ്ങുന്നില്ല. നമ്മൾ ഇന്ന് രാത്രി വായിച്ചത് 28-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യമാണല്ലോ. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കാട്ടെ. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. തന്റെ കർത്താവാകുന്ന ക്രിസ്തുയേശു ഉയർത്ത് എഴുന്നേറ്റതിന് ശേഷം തന്റെ അരിമശിഷ്യന്മാരോട് പറയുന്ന ഭാഗമാണ് ഇന്ന് രാത്രി വായിച്ചത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചു, ജീവിച്ചു. നമുക്കറിയാം നാടകം നന്മ സുവിശേഷിച്ചു. തന്റെ അടുക്ക വന്ന ആരെയും യേശു വെറുതെ വിട്ടിട്ടില്ല. നന്ദി കെട്ടവർക്കൂടെ നന്മ ചെയ്തവനാ ക്രിസ്തു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയുന്നത് ന്യായമായി വിധിക്കുന്നവന്റെ കരങ്ങളിൽ മുഴുവൻ കാര്യങ്ങളും പരമേൽപ്പിച്ച പരമവിശുദ്ധനായിരുന്നു ക്രിസ്തു. ആ യേശു തന്റെ അടുക്ക വന്ന സകല ദീനക്കാരെ വ്യാധിക്കാരെ യേശു സുഖമാക്കി. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, കുടത്തരെ നടത്തി, ഊമർക്ക് സംസാരശേഷി കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, നാനാ വ്യാധികളാലും ബാധകളാലും രോഗപീഠകളാൽ വലഞ്ഞവരെ യേശു സൗഖ്യമാക്കി, മരിച്ചവരെയും ഉയർപ്പിച്ചു. എന്നുവേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ചെയ്ത് തന്റെ വചനത്തെ ഉറപ്പിച്ച് അനവധി നിരവധി ശുശ്രൂഷകൾ ചെയ്ത് അവർ തിരുവെടുത്ത് അവിടുത്തെ പറ്റി നേരത്തെ കുറിച്ചു വെച്ച് നിർണയിച്ചതുപോലെ അവിടുന്ന് കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. പങ്കപ്പാടും പീഡകളും വ്യതകളും വേദനകളും അവിടുന്ന് സഹിച്ച് അവൻ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. അവിടുത്തെ തിരുരക്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒഴുകി. അവിടുത്തെ തിരുശരീരം നമുക്കായി മുറുക്കപ്പെട്ടു. റോമൻ പടയാളികളുടെ ദാക്ഷിണ്യം കൂടാനുള്ള അടിയും ഉപദ്രവങ്ങളും ഏറ്റ്, കണ്ണ് മൂടിക്കെട്ടി കണ്ണ് തടിയേറ്റ് കാർക്കിച്ച് തുപ്പലേറ്റ് അവന് സ്തോത്രം കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറ് വിരൂപമായി നമുക്ക് അവൻ രക്ഷയും വിടുതലും ഉദ്ധാരണവും അവൻ ലഭിക്കേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി പീഡകളും വ്യതകളും സഹിച്ച് അവൻ പങ്കപാടുകളെല്ലാം ഏറ്റ് അവൻ ഒടുവിൽ അവിടുന്ന് മരിച്ച് അവിടുത്തെ യോസേഫിന്റെ കല്ലറയിൽ കൊണ്ട് അടക്കി അവൻ കല്ല് ഉരുട്ടി വെച്ച് കുതിരയുമൊക്കെ വെച്ച് കാവലിന് പടയാളികളെ ഏർപ്പെടുത്തി. കൊടുതിയാലേഖനം 15 പൗലോസ് പറയുന്നത് പോലെ, തിരുവെടുത്ത് പറയുന്നത് പോലെ അവിടുന്ന് 3-ാം ദിവസം ഉയർത്തു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. ഉയർത്ത ക്രിസ്തു തന്റെ അടിമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എപ്പോഴും പറയും, ഉപദ്രവിച്ച ആർക്കും യേശു പ്രത്യക്ഷപ്പെട്ടില്ല. കാരണം അങ്ങനെ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ അവർക്ക് വെപ്രാളവും പേടിയും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ യേശു അങ്ങനെ പോലും ആരെയും പേടിപ്പിച്ചില്ല. യേശു ആരെയും പേടിപ്പിക്കുന്ന ദൈവമല്ല. നീ ഇങ്ങനെ താങ്ങില്ലെങ്കിൽ നിന്നെ കണ്ടിക്കും. അങ്ങനെ എല്ലാം പോകേണ്ടതാണ്. എന്തല്ലേ ഏറ്റവും ചെയ്ത് ഭംഗിയിരിക്കുന്നത് സ്തോത്രം ഇല്ലേ? ആ ഉണർവുണ്ടായപ്പോ എന്തെല്ലാം തീരുമാനങ്ങളാണ് എടുത്തത്. അത് എന്തേലും നടക്കും. അപ്പം അവിടുന്ന് കരുണയുള്ളത് കൊണ്ടാണ് ഇന്ന് രാത്രി ആയുസോടിരിക്കുന്നത്. യേശു ആരെയും കൊല്ലുന്ന ദൈവമല്ല. സ്തോത്രം. യേശു ജീവിപ്പിക്കുന്ന ദൈവമാണ്.
യേശു അവൻ ഒരു ഭീതിപ്പെടുത്തുന്നയാളല്ല. അവിടുന്ന് നമ്മുടെ ഭീതിയും അവൻ സമാധാനക്കേടുമെല്ലാം മാറ്റുന്ന ദൈവം. ആ യേശു തന്നെ അന്യ ശിഷ്യന്മാർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. ആദ്യം മറിയയ്ക്ക്, പിന്നെ കേഫാവിന്, പിന്നെ 11 പേർക്ക്, എമ്മൗസിൽ പോയവർക്ക്, കടൽക്കരയിൽ വെച്ച്, ബഥാനിയിൽ വെച്ച് മുറികടച്ചിട്ടപ്പോൾ തോമാസ് ഉള്ളപ്പോൾ, പിന്നെ അവൻ അവിടുന്ന് മാറിപ്പോയ ശിഷ്യന്മാർക്ക് എന്ന് വേണ്ട, പിന്നെ 500-ലധികം പേർക്ക്, പൗലോസ് പറഞ്ഞ ഒടുവിൽ അകാലപ്പെടുന്ന അദ്ദേഹത്തിനും യേശു പ്രത്യക്ഷപ്പെട്ടു. തന്റെ അനേക ശിഷ്യന്മാർക്കെല്ലാം യേശു പ്രത്യക്ഷപ്പെട്ടു. മേദ്യനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി, മേദ്യനുയായികൾക്കും പ്രത്യക്ഷനായി പ്രിയ ദിനമോദി, ഉയർത്തരുമേറ്റൊരു വാർത്തമൻ സോദര വൃന്ദത്തോടറിയിക്കുവിൻ, ഉയർത്തരുമേറ്റൊരു വാർത്തമൻ സോദര വൃന്ദത്തോടറിയിക്കുവിൻ, സ്വർലോകരാജൻ 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 ആനന്ദിജയമേ മേലിലുരുമായി മഹിമയെ വീണ്ടവനെ, ആനന്ദിജയമേ മേലിലുരുമായി മഹിമയെ വീണ്ടവനെ, സ്വർലോകരാജൻ 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 വാതിലടച്ചിരിക്കെ മധ്യത്തിലെ ഞാൻ നൽകി, വാതിലടച്ചിരിക്കെ മധ്യത്തിലെ അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. നിങ്ങളോട് കൂടാ, അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. പിന്നെ പാടില്ല, അഞ്ചിടാതെ നിങ്ങൾ സംഭവിച്ചൊക്കെ അഞ്ചിടാതെ അഞ്ചിടാതെ നിങ്ങൾ ധൈര്യപ്പെട്ടിടുവിൻ, എന്നും ഞാൻ കൂടെയുണ്ട്. സ്വർലോകരാജൻ സ്വർലോകരാജൻ സ്വർലോകരാജൻ. ഫലമുയർത്തി ദൈവത്തെ ശ്രദ്ധിക്കുക. ഈ രണ്ട് ശീലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടും. വലിയ കുഴപ്പമില്ല. നമുക്ക് നാളെ ആകുമ്പോൾ കുറച്ച് നോക്കും. ഉറക്കമായതുകൊണ്ട് സ്തോത്രം. അവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ് നല്ല കാര്യം. നമ്മൾ എന്നെ നോക്കി അങ്ങനെ ചൂടെ കൊണ്ടുവരും. നമുക്കൊരു ധാരണ വേണം. അപ്പൊ ശ്രദ്ധിക്കുക, നമ്മുടെ കഥാവാകുന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. തന്റെ അനേക ശിഷ്യന്മാർക്കെല്ലാം യേശു പ്രത്യക്ഷപ്പെട്ടു. ഏതാണ്ട് 40 ദിവസം. ആ കണക്ക് വെച്ച മരിച്ചു കഴിഞ്ഞ് ഇപ്പോഴും ചെല്ലി എന്തിക്കുക, അപ്പച്ച 40 ദിവസം ഇവിടെ എല്ലാം ഉണ്ടെന്ന്. അവനെങ്കിലും കഞ്ഞിയും വെള്ളം കുടിക്കാതെ കിടന്നത് കൊണ്ട് ഇവിടുന്ന് പോകണമെന്നായിരുന്നു ആഗ്രഹം. എന്നിട്ട് പിന്നെ മക്കള് പറയാം, അപ്പച്ചനോണ്ട് ഇലയാണ് അപ്പച്ചനാണ്. ആ പട്ടി ഇങ്ങോട്ട് നോക്കി നിൽക്കുക, നമ്മുടെ അപ്പച്ചൻ നോക്കുന്നത് പോലെ തന്നെ. ചുമ്മാ അമ്മ മരിച്ചു കഴിഞ്ഞ് ഇന്ന് ഒരു കാക്ക അവിടുന്ന് സൂക്ഷം അടുക്കളയിൽ നിന്ന് വന്നു. അമ്മയാണെന്നാ തോന്നുന്നത്. എന്നാ പൊട്ടത്തര പറ്റിയാണ്. അങ്ങനെയൊന്നും ആരും ഇങ്ങോട്ട് വരികയല്ല.
അവര് ഈ മരുമകളെ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും അപ്പനും അമ്മയ്ക്കും വെള്ളം കൊടുക്കാതെ എന്നൊക്കെ താങ്കൾ നേരത്തെ പറഞ്ഞ എന്റെ ദൈവം എത്രയും പെട്ടെന്ന് തന്നെ അങ്ങ് പിന്നെന്തിനാ ഇവിടെ വരുന്നത്? നല്ലൊരു വരുവക്കേടില്ല ഇവിടെ നിന്ന് പോയത്. എന്നാലും വരും പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് കീഴിച്ചു. ആത്മാവ് അതിന് നൽകിയ ഉടമസ്ഥന്റെ അടുത്ത് പോകുന്നു. ഇതാണ് ഇതിന്റെ പ്രമാണം. അല്ലാതെ അമ്മ 5 ദിവസം ഇവിടെ കറങ്ങി നടക്കുന്നില്ല, അന്ന് വൈകുന്നേരം അവിടെ നിന്ന് വന്ന് നിൽക്കുകയല്ല, ചോറും എല്ലാം കൂടെ വിളമ്പി അവിടെ വെച്ച് മാറ്റി വെച്ച് മൂന്ന് അമ്മ വന്ന് നിന്നോളൂ വന്ന്. എടാ ജീവിച്ചിരുന്നപ്പോ ഈ ചോറ് തള്ളക്കി കൊടുത്തിരുന്നല്ലോ. ഇല വെട്ടിയിട്ട് ചെറുത അപ്പോഴൊന്നും വന്നില്ല. ജീവിച്ചിരുമ്പോ ഇലയൊന്നും കൂടെ കണ്ട് ഇച്ചിരി കൊടുത്താൽ മതിയാണ്. ഒന്നും കൊടുത്തില്ല. ഈ പൊട്ടത്തരെല്ലാം നിർത്തിയാച്ചേ ദൈവത്തെ മഹത്വപ്പെടുത്തും. അപ്പോൾ യേശുക്രിസ്തു തന്റെ അന്യശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഒടുവിൽ ഇവരെ എല്ലാം കൂടെ കൂട്ടി ബഥാനിയോളം യേശു കൊണ്ടുപോയി. ആ ബഥാനിയിൽ ചെന്ന് അന്ത്യകൽപ്പന ഇവർക്ക് കൊടുക്കുക. അതാണ് മത്തായി 28, മർക്കോസ് 16, ലൂക്കോസ് 24, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ ആ 10 വരെയുള്ള തിരുവെഴുത്തുകൾ. ഈ ഭാഗങ്ങളെല്ലാം കൂടെ ചേർത്ത് പഠിച്ചാൽ കഥാവാകുന്ന യേശുക്രിസ്തു ഉയർത്ത് അന്യശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഇവരെല്ലാം കൂടെ കൂട്ടി ബഥാനിയോളം കൊണ്ടുപോയി അന്ത്യകൽപ്പന കൊടുത്തു. ആ അന്ത്യകൽപ്പന കൊടുത്തേച്ച് അവർ നോക്കി നിൽക്കുമ്പോൾ യേശു കീപ്പോട്ട് പോയെന്നല്ല, യേശു മേളിലോട്ടാ പോയത്. താഴോട്ട് പോയ പല കക്ഷികളുണ്ട്. താഴോട്ട് പോയ ഒരു പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞേച്ച് മേലോട്ട് പോകണം. ഇല്ല, അങ്ങനല്ലേ? പുള്ളിയുടെ ഞാൻ പുള്ളിക്ക് ഇട്ടേക്കുന്ന പേര് മണിച്ചായ. പിന്നെ മണി, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, മണി. സ്തോത്രം. മണിച്ചായനെ താഴെ ചെന്നേച്ച് മേലോട്ട് നോക്കി. അന്നേരം ലാസർ ആ നോട്ടം ജീവിച്ചിരുന്നപ്പോൾ നോക്കിയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടെ. മനസ്സിലായോ? ജീവിച്ചിരിക്കുമ്പോൾ നോക്കണം മേലോട്ട്. അത് കഴിഞ്ഞിട്ട് കീപ്പോട്ട് നോക്കിയാൽ തന്നെ മേമ്പോട്ട് നോക്കിയാൽ തന്നെ ഗുണം വരികയാണ്. ജീവിച്ചിരിക്കുമ്പോൾ നീ മേലോട്ട് നോക്കണം. ഉയരത്തിലൊരുവനുണ്ട്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ, വിടിപ്പിക്കാൻ കഴിവുള്ളവൻ, അവൻ നീക്കുപോക്കുന്നതിന് കഴിവുള്ള ഒരുവൻ ഉയരത്തിലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യേശു മേപ്പോട്ട് പോയി. ശിഷ്യവൃന്ദങ്ങളെല്ലാം താഴെ നിന്ന് ഇങ്ങനെ നോക്കുക യേശു മേളിലോട്ട് പോകുന്നത്. ഞാൻ പ്രസംഗിക്കുമ്പോഴെല്ലാം പറയും, എലന്തൂരിലെ ഒരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു, TK ശാമുവേൽ എന്ന് പറയുന്ന ദൈവദാസൻ. അദ്ദേഹം ബ്രദറിന്റെ സഭയിലെ അധികായകന്മാരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് TK ശാമുവേൽ. നിങ്ങൾ ആ പാട്ട് പുസ്തകത്തിന്റെ അടിയിൽ ചില പാട്ട് കേടി TKS എന്നിട്ടിട്ടുണ്ട്. TKS. അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം വളരെ നല്ല പാട്ടുകളാണ്. പഴയ പാട്ടുകളെല്ലാം അങ്ങനെ ആണല്ലോ, നല്ല പാട്ടുകളാണല്ലോ. ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം മോശമാണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു മിക്ക പാട്ടും ഒരു പാടിയ ഒരു സുഖമില്ല, ഒരു സൂക്കേട്. എല്ലാ പാട്ടുമല്ല. ഇതിനെപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ളവരും അറിവുള്ള ജ്ഞാനികളായ ആൾക്കാർ പറഞ്ഞത് ഈ സംഗീതം അല്ലെങ്കിൽ ഈ ശുശ്രൂഷ, ഈ പാട്ടുകൾ സുഖകരമാകണം, സംഗീതം അത്ര നല്ലതാകണമെങ്കിൽ അതിനകത്ത് സംഗീതവും വേണം, സാഹിത്യവും വേണം. അപ്പൊ അവരുടെയൊക്കെ പാട്ടുകൾ സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്. മനസ്സിലാകുന്നില്ല. സംഗീതമുണ്ട്, സ്വന്തം സംഗീതമാകില്ല. ചില കാര്യങ്ങളുണ്ട്. അണ്ടന്മാരുടെ കാര്യങ്ങൾ. അപ്പം സംഗീതവും സാഹിത്യവും രണ്ടും കൂടെ വെക്കുമ്പോൾ ആ പാട്ട് സുഖപ്രദമാകുന്നത്, ആസ്വാദ്യം, അത് ലയിക്കാൻ പറ്റുന്നത്. ഇപ്പൊ എനിക്ക് പാടാൻ ഉള്ള കൃപയൊന്നുമില്ല കേട്ടോ, പാടുകയൊക്കെ അറിയാം. അവര് നന്നായിട്ട് പാടുന്നവരാണ്. അപ്പം സംഗീതവും സാഹിത്യവും ഒരു ചെറിയ ഉദാഹരണം നമ്മുടെ പാട്ടുകളാണ്. എല്ലാം അല്ലെങ്കിലും ചിലത് പാടാൻ വയ്യ, ക്ഷമിക്കണേ, എന്നാലും മനസ്സിലാകാൻ പറയാം. ഇപ്പം സംഗീതം അത് സംഗീതം രാഗം പഠിച്ചിട്ടുള്ളവർക്കറിയാം. ആസ്വദിക്കാം, നന്നായിട്ട് പാടുന്നത്. ഞാൻ പാടിയാന്നും ആസ്വദിക്കുകയല്ല. അടുത്തത് സാഹിത്യമാണ്.
ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ, ബാക്കി നാളെ പറയാം. അപ്പൊ എന്തായാലും TKSന്റെ പാട്ടുകളെല്ലാം വളരെ നല്ല പാട്ടുകളാണ്. അദ്ദേഹത്തിന്റെ പാട്ടിന്റെ ഒരു വിശേഷത, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും കൺവെൻഷന് വന്നിട്ട് പാട്ടിനെ എല്ലാം പറയാന്ന്. ഇത് അറിയണം, കാരണം കൺവെൻഷനുകളിലൊക്കെ പാടുന്ന പാട്ട് കേട്ടാൽ നമ്മൾ ഇറങ്ങി ഓടാൻ തോന്നും. എല്ലാവരുടെയും കാര്യമല്ല, ഇവിടെ പിള്ളേരുടെ പാടി നല്ല പാട്ടുകളാണ്. ഇവിടെ ഒരു പാട്ട് പാടില്ല, പഴയൊരു പാട്ട് ഏതമ്മനെ അക്കരയ്ക്ക് നല്ല പാട്ടാണ്. അതെല്ലാം അവർ നല്ല തന്നെ യോഗ്യമായിട്ട് വസ്ത്രവും ധരിച്ചിട്ടുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ചിലത് പാടാൻ ചെല്ലുമ്പോൾ ഇത് പാടാൻ വന്നതാണോ, കുസ്തിക്ക് വന്നതാണോ, അതോ ഇനി കലാമണ്ഡലത്തിൽ നിന്ന് ഇറങ്ങിയതാണോ ഒരു പിടുത്തവും പറ്റില്ല. ഏതായാലും നന്നായി, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, സാറിന്റെ പാട്ട് TK ശിവമേന്ദ്ര സാറിന്റെ പാട്ടെല്ലാം നല്ലതാണ്. അതെ, അപ്പൊ സാറ് യേശുക്രിസ്തു മേളിലോട്ട് പോകുന്ന കാര്യം, സ്വർഗാരോഹണം ചെയ്ത കാര്യം സാറ് കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നു. ആ ഉയർത്ത് സ്വർഗത്തിലോട്ട് പോകുമ്പോൾ എനിക്ക് TK സാറും അവിടെ ഉണ്ടായിരുന്നോന്ന് നമ്മൾ ചിന്തിച്ചു, അതുപോലെ കണ്ടതുപോലെ എഴുതി വെച്ചേക്കുന്നത്. അതുപോലെ ആ വരി പലരും അങ്ങനെ കുറിച്ചിട്ടില്ല. അപ്പൊ സാറിന് ഇരിക്കുന്ന വരി ഇങ്ങനെ, ഒലിവന്നോതും മലകിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലകിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേഗതനായി അതനരികിൽ അമർന്നുതാ, ചരണമുയർന്നു ഗഗനേഗതനായി അതനരികിൽ അമർന്നുതാ. നന്നായി, ഒരു ഇച്ചിരിയുടെ ഓടി അതിന്റെ കുറച്ചുകൂടെ വളരെ നന്നായിരിക്കും. എന്റെ ശബ്ദവും സ്വരവും നല്ലതല്ല, പക്ഷെ ഞാൻ പാടി വെക്കുന്ന വരി പദം എന്ത് വന്ന് തിരിയാൻ വേണ്ടിയാ, അല്ലാതെ ട്യൂണും സ്വരമൊന്നും നല്ലതല്ല. അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. എന്നാലും വരി പദം അത് കേട്ടെ. ഒലിവന്നോതും മലകിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ഒലിവന്നോതും മലകിൽ നിന്നും തിരുജനമരികിൽ നിൽക്കവേ, ചരണമുയർന്നു ഗഗനേഗതനായി പാദനരികിൽ അമർന്നുതാ, ചരണമുയർന്നു ഗഗനേഗതനായി പാദനരികിൽ അമർന്നുതാ. ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മലനായകൻ, ജയ ജയ നിസ്തുല ക്രിസ്തുരാജൻ, ജയ ജയ നിർമ്മലനായകൻ, ജയ ജയ കോശം തുടരുക ജനമേ, ജയം തരും നാഥനു സ്തോത്രമേ, ജയ ജയ കോശം തുടരുക ജനമേ, ജയം തരും നാഥനു സ്തോത്രമേ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ അത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ ഇത്രമനായും ഉത്തമനാകും ഒരുത്തന ഉലകിൽ കാണുമോ, ഇത്രമനായും ഉത്തമനാകും ഒരുത്തന ഉലകിൽ കാണുമോ. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം, എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു, തന്റെ മഹിമാസ്തുലം. കർത്താവിന് മഹത്വം കൊടുത്താൽ അപ്പോൾ അവിടുന്ന് ഉന്നതനാകുന്ന മഹിമയുള്ള മഹത്വമുള്ള ദൈവം, ആ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്റെ അരിമശിഷ്യന്മാരോട് പറയുക, ശ്രദ്ധിക്കുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, സകലത്തിന്റെ മേലും അധികാരമുള്ളവൻ യേശുവാണ്, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ യേശുവാണ്, സകലത്തെയും ഭരിക്കുന്നവൻ യേശുവാണ്. ഇന്ന് രാത്രി നമ്മെ രക്ഷിച്ച് വീണ്ടെടുത്ത് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മെ രക്ഷിച്ച നമ്മുടെ കർത്താവിന് സകലത്തിന്റെയും അധികാരം, സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും അവൻ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ കാര്യം കർത്താവ് പരസ്യമായി പ്രസ്താവിക്കുന്നത് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തതിനു ശേഷം.
മരണത്തിനും ഉയർപ്പിനും അല്ലെങ്കിൽ ഉയർപ്പിനും മരണത്തിന് മുമ്പ് ഇങ്ങനൊരു സെന്റൻസ് യേശു പറയുന്നില്ല. ശിഷ്യന്മാരെ അയച്ചപ്പോ കർത്താവ് പറഞ്ഞു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുക. അവിടെ രണ്ട് ജീവികളെ പറ്റിയാ പറഞ്ഞ. ഏതൊക്കെയാ? പാമ്പും തേളും. അതിന് ഞാനൊരു ചിന്ത പറയാം, ഇഷ്ടപ്പെട്ട യോജിച്ചാൽ മതി. പാമ്പിന്റെ വിഷം സ്തോത്രം. പാമ്പിനെ നാക്കും അവിടെ ആ ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. തേളോ വാലിന്റെ ഭാഗമാണ്. അത് പണ്ട് നീതിസാരത്തിലുണ്ട്. വൃശ്ചികസ്യ വിഷം പുച്ഛം അക്ഷികായ വിഷം ശിര തക്ഷകസ്യ വിഷം ഗ്രന്ഥം സർവാംഗം ദുർജനസ്യ ഛ. വൃശ്ചികസ്യ വിഷം പുച്ഛം. വൃശ്ചികം എന്ന് പറഞ്ഞാൽ തേള്. തേളിന്റെ വിഷം വാലിത. അപ്പൊ തേള് വരുമ്പം വാലിന്റെ ഭാഗം ശ്രദ്ധിച്ചോണം, തലയുടെ ഭാഗം അത്ര ശ്രദ്ധിക്കണം. വൃശ്ചികസ്യ വിഷം പുച്ഛം അക്ഷികായ വിഷം ശിര. അക്ഷികം എന്ന് പറഞ്ഞാൽ ഈച്ച. ഈച്ചയുടെ വിഷം തലയിലാണ്. ഈച്ചയുടെ ചിറകിലും പുറകിലും ഒന്നും വിഷമില്ല. അക്ഷികായ വിഷം ശിര തക്ഷകസ്യ വിഷം ഗ്രന്ഥം. തക്ഷകൻ പാമ്പ്. പാമ്പിന്റെ വിഷം പല്ലില. തക്ഷകസ്യ വിഷം ദന്തം സർവാംഗം ദുർജനസ്യ ഛ. ദുഷ്ടന്മാരുടെ മുഴുവൻ വിഷമാണ്. പാമ്പിന്റെ പല്ലിലാവശ്യം, തേളിന്റെ വാലിലാവശ്യം, ഈച്ചയുടെ തലയിലാവശ്യം. ദുഷ്ടന്മാർക്കോ മുടിനാല് മുതൽ നഖം വരെ ഇപ്പം വിഷമാണ്. അപ്പം ഇവിടെ രണ്ട് കാര്യമാണ് പറഞ്ഞത്, പാമ്പുകളെയും തേളും. നമുക്ക് ഇനി അങ്ങ് സ്വോത്രനാഴ്ച തരാം. എന്നാ വരുവാനുള്ളവൻ വന്നെന്ന് പറഞ്ഞ പോലെ എല്ലാവരും മാറി. അപ്പൊ ഇനി നമുക്കങ്ങ് സ്വോത്രനാഴ്ച തരാം. അപ്പൊ ശ്രദ്ധിക്കുക, സർവത്തിന്റെ മേലും അധികാരം യേശുവിനാണ്. നിന്നെ രക്ഷിച്ച് നിനക്ക് വേണ്ടി ജീവൻ തന്നതിന്റെ അവൻ രക്തം ചിന്തി അവൻ രക്ഷിച്ച യേശുവിനാ സർവത്തിന്റെ മേലും അധികാരം. അവിടുന്ന് അനുവദിക്കാതെ ഒന്നും സംഭവിക്കുകയല്ല. അവിടുന്ന് അനുവദിക്കാതെ ഒന്നും നടക്കത്തില്ല. യേശു അനുവദിക്കാതെ ഒരു പോലും നിനക്ക് വരികയല്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അവൻ സ്വോത്രം ഒരു ഗാനം ആലപിക്കുന്ന സമയം അവൻ സ്വോത്രം കഴിച്ച ശരീരങ്ങൾ വളരെ
കൈവതിന് അക്ഷയകുമാരനെ ചുമർത്യനായി വന്നു. നിവാസികളെ രക്ഷ കൈവതിന് അക്ഷയകുമാരനെ ചുമർത്യനായി വന്നു. നിവാസികളെ രക്ഷ കൈവതിന് അക്ഷയകുമാരനെ ചുമർത്യനായി വന്നു. സമയത്തോട് അധികം പാടുന്നില്ല. അപ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാനും നിങ്ങളും ആരാധിക്കുന്ന യേശുക്രിസ്തുവാ സകലത്തിന്റെ അധികാരി. അപ്പോൾ ഓർപ്പിച്ചല്ലോ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുക, സർവത്തിന്റെ അധികാരി ഞാൻ എന്ന് പറഞ്ഞാൽ മരിക്കുന്നതിന് മുമ്പ് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നതിന് മുമ്പ് ഇങ്ങനൊരു പരസ്യ പ്രസ്താവന നടത്തിയില്ല. മുമ്പേ ഓർപ്പിച്ചല്ലോ, യേശുക്രിസ്തുവിന്റെ ഏറ്റവും വലിയ പ്രസംഗങ്ങൾ രണ്ടാണ്. ഒന്ന് പർവ്വത പ്രസംഗം, രണ്ട് ഒലിവുമല പ്രഭാഷണം. അപ്പോൾ പർവ്വത പ്രസംഗം നമ്മൾ പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിച്ചു, മത്തായി 5, 6, 7 3 അധ്യായത്തിൽ പർവ്വത പ്രസംഗം, വിധി പ്രഭാഷണം. ഈ പ്രഭാഷണ വേളയിലൊന്നും ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന നടത്തിയില്ല. ഏതാ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇത് പരസ്യമായി പ്രസ്താവിക്കുന്നത് അവിടുന്ന് മരിച്ചു അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർന്ന ശേഷം പറയുക, സകലത്തിന്റെ അധികാരിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കേണ്ടത്, യേശുക്രിസ്തുവാണ് സകലത്തിന്റെ അധികാരി. അതുകൊണ്ട് ദൈവം അനുവദിക്കാതെ, കർത്താവ് സമ്മതിക്കാതെ നമുക്കൊന്നും വരികയില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവം അറിഞ്ഞാണ്. പ്രൈസ് ദി ലോർഡ്. സകലത്തിന്റെ അധികാരി യേശുവാണ്. ഈ കാണുന്ന സകലത്തെ സൃഷ്ടിച്ചവൻ യേശുവാണ്. ഈ കാണുന്ന സകലത്തെ നിയന്ത്രിക്കുന്നവൻ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശുക്രിസ്തു അറിയാതെ, അവിടുന്ന് അനുവദിക്കാതെ, അവിടുന്ന് സമ്മതിക്കാതെ നമുക്ക് ഒന്നും വരികയില്ല. ദൈവകൃപയെ ശരണപ്പെട്ട് ഇതിനോട് ബന്ധപ്പെട്ടായിരിക്കും ഇന്നും തീർന്നില്ലെങ്കിൽ നാളെയും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ അധികാരം. എന്തിന്മേലൊക്കെയാണ് യേശുവിന് അധികാരം? സകലത്തിന്റെ അധികാരി യേശുക്രിസ്തു. അപ്പൊ ആദ്യം സകലത്തിന്റെ അധികാരി യേശുക്രിസ്തു. യേശുക്രിസ്തു അറിയാതെ നമുക്കൊന്നും വരികയില്ല. സകലത്തെയും നിയന്ത്രിക്കുന്നവൻ അവിടുന്ന്. അപ്പൊ ദൈവം അനുവദിക്കാതെ, ദൈവം സമ്മതിക്കാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും വരികയില്ല. സ്തോത്രം. പല ദൈവമക്കളും പ്രിയപ്പെട്ടവരും ഇങ്ങനെ പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ പുലമ്പാറുണ്ട്, ദൈവമേ നീ ഇതൊന്നും അറിയുന്നില്ലയോ, നീ ഇതൊന്നും കാണുന്നില്ലയോ, എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊന്നും നീ അറിയുന്നില്ലയോ, ഞാൻ നിന്നെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ രോഗം എന്നെ പിടികൂടില്ലയോ, നീ അറിയുന്നില്ലയോ, ഈ കഷ്ടങ്ങളിൽ, ഈ ക്ലേശങ്ങളിൽ, ഈ പ്രശ്നങ്ങളിൽ ഞാൻ അനുഭവിക്കുന്നു, നീ അറിയുന്നില്ലയോ, ദൈവമേ നീ അറിയാമാണോ ഇതൊക്കെ വന്നത്? ഇങ്ങനെയൊക്കെ മനുഷ്യൻ പറയാറുണ്ട്. മനുഷ്യനല്ലേ? നമ്മള് ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പൊന്നും നടന്നിട്ടില്ല, ഈ ഭൂമിയിലാണ് മാർക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ചിലപ്പോൾ നമ്മെ ഭരിക്കാം. ഈ രോഗം ദൈവമേ നീ അറിയുന്നില്ലേ, ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് നീ അറിയുന്നില്ലയോ, എന്റെ കുഞ്ഞുങ്ങളുടെ വിഷയം നീ അറിയുന്നില്ലയോ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനകൾ നീ അറിയുന്നില്ലയോ? ഒരു കാര്യം ഇന്ന് രാത്രി ദൈവമക്കളോട് പറയാ, ദൈവം അനുവദിക്കാതെ നിനക്ക് ഒന്നും വരികയില്ല. ഞാൻ ഇങ്ങനെ പറയാനുള്ളത്, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ദൈവം അറിഞ്ഞോണ്ടാ. സകലതും പുറകോട്ട് ചിന്തിച്ച് സംഭവിച്ചത് മുഴുവൻ ദൈവം അറിഞ്ഞോണ്ടാ. ദൈവം അറിയാതെ നിനക്ക് ഒന്നും വരികയില്ല. ഇപ്പോൾ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അതും ദൈവം അറിഞ്ഞോണ്ടാ. പ്രൈസ് ദി ലോർഡ്. ഇനി എന്തെങ്കിലും സംഭവിപ്പാനുണ്ടെങ്കിലും വചനത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ദൈവം അറിയാതെ നിനക്കൊന്നും വരികയില്ല. ജീവിതത്തിൽ വന്നതെല്ലാം ദൈവം അറിഞ്ഞോണ്ടാ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിഷയം നിന്റെ കർത്താവ് അറിയുന്നുണ്ട്. ഇനി എന്തെങ്കിലും വരാനുണ്ടെങ്കിലും അതും ദൈവം അറിഞ്ഞോണ്ട്. ഒറ്റവാക്കി പറയുക, എന്തിനായി ശോധനകളും കഷ്ടതകളും പ്രയാസങ്ങളും? ഒറ്റവാക്കി പറയുക, പൊന്നുപോലെ നിന്നെ പുറത്തിറക്കാനാണ്. ഈ വിഷയങ്ങൾ നിന്നെ മുടിച്ചു കളയാനോ, നശിപ്പിക്കാനോ, തകർത്താനോ, നിന്നെ ഇല്ലായ്മ വരുത്താൻ, വകവരുത്താനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ പൊന്നുപോലെ പുറത്തിറക്കുവാൻ ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഇത് പ്രാരംഭമായി ചിന്തിക്കാൻ പോകുന്നത്, കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇതിന് ഏറ്റവും വലിയ തെളിവ് നിങ്ങൾക്കൊക്കെ അറിവുള്ള ഭാഗമാണ് ഇയ്യോബിന്റെ ജീവിതമാണ്. ഇയ്യോബിന്റെ ജീവിതത്തിൽ വന്നതെല്ലാം ദൈവം അറിഞ്ഞോണ്ടാണ്. നമുക്കറിയാം, വേദപുസ്തകത്തിലെ ഒരു പഴയ മനുഷ്യൻ എന്ന് പറയാം, കർത്താവിന് മഹത്വം, പഴക്കമുള്ള ഒരാളായിരുന്നു ഇയ്യോബ്.
ഇയ്യോബിന്റെ പുസ്തകം, വേറെ പുസ്തകം പഠിക്കുമ്പോൾ ചരിത്രമൊക്കെ പറഞ്ഞത് ഉൽപ്പത്തി പുസ്തകത്തോളം പഴക്കമുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിന്. പുസ്തകങ്ങളുടെ പഴക്കം നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ് ഉടനെ കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ക്രമമുള്ളത് കൊണ്ടാണ് ഇത് സങ്കീർത്തനത്തിന്റെ പുറകിൽ കൊണ്ട് കൊടുത്തത്. നമ്മുടെ ചില ആൾക്കാർക്ക് ഒരു ക്രമം വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. പാട്ട് പാടാൻ വെച്ച് കഴിവ് നോക്കിയാൽ പാസയുടെ ഭാര്യ അല്ല പാടേണ്ടത്. അതിലും കഴിവുള്ള സഹോദരിമാര് സഭയെ മിണ്ടുന്നില്ല. എന്നാലും അമ്മാമ്മ മൈക്കുമായിട്ട് അങ്ങ് ഇരിക്കുക. ഇതാർക്കും കൊടുക്കുകയില്ല, ഈ മൈക്ക് തരികയില്ല. പണ്ടൊരാൾ പറഞ്ഞ് ഈ പശുവിനെ പിടിക്കും ഞാൻ, 1.5 പാല് കറക്കും ഞാൻ എന്ന് പറഞ്ഞു. ഈ മൈക്ക് കൊടുക്കുകയില്ല. നല്ല ചൂണിപ്പാടുന്ന സഹോദരിമാരുടെ കൊടുക്കുകയില്ല. അവരിങ്ങനെ അടക്കോടിരിക്കുമ്പോൾ മൈക്കുമായിട്ട് അങ്ങ് ഇരിക്കുക. എന്നാൽ കഴിവുള്ളവർക്ക് കൊടുക്കുക. അത് ഓർഡർ വെച്ചിരിക്കുക. ശവസംസ്കാര വേളയിലും വിവാഹ ശുശ്രൂഷയിലൊക്കെ നന്നായിട്ട് തെറ്റാതെ വാക്യം വായിക്കുന്നുണ്ട്. കൊടുക്കുക, തെറ്റെന്ന് ഉപദേശിക്കാവുന്നത് നിന്നങ്ങ് തെറ്റിക്കുക. അല്ല വലത് ഭാഗത്ത് നങ്കമണി, പിന്നെ നങ്കമണി വളരെ വായിച്ചതാ സ്തോത്രം. ഞാൻ എപ്പസോസ് വെച്ച് മൃദംഗ യുദ്ധം ചെയ്യുന്നു. ഞങ്ങളുടെ DCOs പറഞ്ഞ് നീ അവിടെ ഇരുന്നോ, തവലയൊക്കെ കാണും. എന്നാൽ നന്നായിട്ട് വായിക്കുന്നവര് കാണും. കൊടുക്കില്ല. അവർക്ക് ചില രീതികൾ അതുപോലെ പ്രായമുള്ള ആളെന്ന് പറഞ്ഞ് ആശീർവാദം കൊടുക്കും. അത് മുഴുവൻ തെറ്റിക്കും. പണ്ടൊരാൾക്ക് ആശീർവാദം കൊടുത്ത് പ്രായമാകുന്നവർക്ക് കൊടുത്തതാ. ആശീർവാദം കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കർത്താവിൽ ഞങ്ങൾ വന്ന സമയം മുതൽ ഈ സമയം പിന്നെ പുള്ളിയെ എഴുതാനെന്ന് വിഷമിച്ചെന്നുണ്ട്. എന്നാൽ അറിയാവുന്നവരുണ്ട്, അവർക്കൊണ്ട് കൊടുക്കുക. ഇടയ്ക്ക് കയറി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അവർ പഴക്കം വെച്ച് നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം കഴിഞ്ഞ് കൊടുക്കേണ്ട പുസ്തകം ഇയ്യോബിന്റെ പുസ്തകമാണ്. പിന്നെ ഇതിന്റെ ക്രമം വെച്ചതുകൊണ്ട് ആ സങ്കീർത്തനത്തിന്റെ പുറകിക്കൊണ്ട് ഈ പുസ്തകം കൊടുത്തത്. അങ്ങനെ പഠിക്കുമ്പോ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഭക്തനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. വായിച്ചപ്പോൾ 1-ാം അധ്യായത്തിന്റെ 1-2 ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. കെട്ടുകഥയും അമ്മൂമ്മക്കഥയും ഉമ്മാക്കഥയല്ല, ഉള്ള കാര്യമാണ്. ഒരു കാര്യം പറയാം, ഈ വേദ പുസ്തകത്തിൽ പറഞ്ഞത് സത്യവേദ പുസ്തകമാണ്. ഇതിനകത്ത് വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയല്ല. ആകാശമൊക്കെ മാറിപ്പോകും, ഭൂമിയൊക്കെ മാറിപ്പോകും. ആകാശം ചുരുണ്ടുപോലെ ചുരുണ്ടുപോകും. അവിടെ ഭൂമിയുടെ അടിസ്ഥാനങ്ങളുള്ളതും ഇത് മുഴുവൻ കത്തിച്ചാമ്പലാകും. പക്ഷേ ദൈവത്തിന്റെ വചനത്തിനൊരു മാറ്റവും വരികയല്ല. ഇത് സ്വർഗത്തിൽ സ്ഥിരമേറിയ വചനമാണ്. ഇവിടെ വായിക്കുന്നത് ഊസ്ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. കെട്ടുകാരൊന്നുമല്ല. ചിലർക്ക് ഇപ്പോഴും വേറെ പുസ്തകം വായിക്കുന്ന സംശയം ആ സംഗതി നടന്നതാണോ, ആ നോട്ടായിരിക്കും കാണാൻ പറഞ്ഞ വിശ്വാസമൊന്നും നടക്കുന്നത്. പിന്നെ ഉപദേശമായിട്ട് വന്നവരെ കരമുയർത്തി സൂചിച്ചാട്ടുടനെ ഒല്ലുലിയ, ഒരിക്കൽ കൂടെ ഒല്ലുലിയ, ശക്തി ഒല്ലുലിയ. ഉപദേശമായിട്ട് നല്ല കല്ലേലിയ. എടാ കല്ലേലിയ എല്ലാം നല്ലതാണ്. പിന്നെ പുള്ളി ഉദ്ദേശിക്കുന്നത് ഉറക്കെ പറയാനാ. അതങ്ങനെ പറഞ്ഞാൽ പോലെ നിങ്ങളെല്ലാം ഉറക്കെ ഒരു കല്ലേലിയ പറയാൻ, നല്ല കല്ലേലിയ. അപ്പൊ ചീത്ത കല്ലേലിയ എങ്ങാണ്ടുണ്ടെന്നാ തോന്നുന്നു. അല്ലെ പ്രയോഗമായി പറഞ്ഞത് ഹല്ലേലൂയ എല്ലാം നല്ലതാണ്. പുള്ളി ഉദ്ദേശിക്കുന്നത് ഉറക്കെ പറയണമെന്നാണ്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലെ ഹല്ലേലൂയ അങ്ങനെ പറയല. ചെല്ലു തൊണ്ടക്കകത്ത് മുള്ള കൊടുക്കുന്നത് പോലെ. അതെ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അവന്റെ മഹിമാധക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിക്കണം. അപ്പൊ ചിലർക്ക് ഇപ്പോഴും സംശയിക്കണം ആ സംഗതി നടന്നതാണെന്ന്. മുഖകാലം പറയാ വിശ്വാസമൊന്നും വന്നിട്ടില്ല. പണ്ടൊരാള് പ്രസംഗിച്ചപ്പം ആ സഭയിൽ ഗസ്റ്റായിട്ട് ഒരാൾ വന്നു. അപ്പൊ അദ്ദേഹം ലോകമെല്ലാം പോയി വിസിറ്റ് ചെയ്ത് ലോകത്തിന്റെ പലയിടങ്ങളിൽ പോയി, പലസ്തീനിൽ പോയി, യെരൂശലേമിലും ഒക്കെ യാത്ര ചെയ്ത് നാടുകളിലെ എല്ലാ സ്ഥലങ്ങളും കണ്ട് വിശേഷിച്ച് ക്രിസ്തുവിന്റെ ജനനം ആ സ്ഥലങ്ങളെ എല്ലാം കണ്ടതിനെ പറ്റി എല്ലാ നിലയിലും പഠിച്ചയാളാ, കണ്ടയാളാ. നോഹയുടെ പെട്ടകം ആ സ്ഥലങ്ങള്, അരരാത്ത് പർവ്വതം, അതിന്റെ സമീപ പ്രദേശങ്ങള് എന്ന് വേണ്ട ബൈബിളിലെ എല്ലാ സ്ഥലങ്ങളും അദ്ദേഹം കാണുകയും എടുക്കുകയും പോവുകയും മനസ്സിലാക്കുകയും ചെയ്താണ്. അദ്ദേഹം ഗസ്റ്റായിട്ടുണ്ട്. അപ്പൊ സ്ഥലസഭയിൽ ഉപദേശിച്ച് പ്രസംഗിച്ചു. നോഹയുടെ കാലത്തെ കാര്യം നന്നായിട്ട് പ്രസംഗിച്ച് വന്ന കൂട്ടത്തിൽ പെട്ടെന്ന് അങ്ങനെ അരരാത്ത് പർവ്വതത്തിൽ
ഉറച്ചു. ഈ കാര്യം പറഞ്ഞപ്പം വന്ന പുള്ളി പറഞ്ഞു, പക്ഷേ ഞാനത് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സാധനം ഉടനെ പ്രസംഗിച്ച പുള്ളി, അപ്പൊ ഇതൊക്കെ ഉള്ളതായിരുന്നു. അപ്പൊ ഇതല്ല, അപ്പൊ ഈ പ്രസംഗിക്കുന്നതല്ല, ഇതിൽ വലിയ വിശ്വാസമൊന്നും ഇല്ല. ഇപ്പോഴും പറഞ്ഞ വിശ്വാസമൊന്നുമില്ല. എന്നാൽ ഒരു കാര്യം ദൈവത്തോട് പറയാം, വള്ളിക്ക് പുള്ളിക്ക് മാറ്റം വരികയാണ്. ഇവിടെ യൂസ്തേശത്ത് ഇയ്യോബ് എന്ന് പറയുന്ന പുരുഷൻ ഉണ്ടായിരുന്നു. ഉള്ള കാര്യമാണ്, കെട്ടുകഥ അമ്മൂമ്മ കഥയല്ല. പണ്ട് 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 ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അന്നും അല്ലത് ഉമ്മാക്കി അങ്ങനെ സാധനമേ ഇല്ല. കൊച്ചുങ്ങളെ പഠിപ്പിക്കാൻ ഒരു പ്രയോഗമാണ്. പെട്ടെന്ന് ഓർമ്മ കഴിക്കില്ല, ഉമ്മാക്കി അങ്ങനെ സാധനം ഇല്ല. എന്നാൽ ഇത് അങ്ങനല്ല. ഊസ്തേശത്ത് ഇയ്യോബ് എന്ന് പേരുള്ള പുരുഷൻ ഉണ്ടായിരുന്നു. അതിന് അവന്റെ വിഷയത്തെ ക്വാളിറ്റി നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷപ്പെട്ടവൻ. 4 ഗുണഗണങ്ങൾ. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷപ്പെട്ടവൻ. 4 വിശേഷത ഇയ്യോബനുണ്ടെന്ന്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷപ്പെട്ടവൻ. നമുക്ക് നേരുണ്ടെങ്കിൽ നിഷ്കളങ്കതയില്ല, നിഷ്കളങ്കതയുണ്ടെങ്കിൽ നേരുമില്ല, നിഷ്കളങ്കതയുണ്ടെങ്കിൽ പകുതിയില്ല. എല്ലാം തികഞ്ഞവരാരും ഇല്ലതാണ്. പണ്ടൊരു ലോകത്തിന് എല്ലാം തികഞ്ഞവരുടെ കൈവക്കാൻ പറഞ്ഞപ്പോ ഒരപ്പൻ അങ്ങ് കൈവക്കി. പിന്നെ അടുത്തിരുന്ന പുള്ളി പറഞ്ഞു, ഉറങ്ങുകയായിരുന്നു. പുള്ളി എല്ലാത്തിനും കൈവക്കുന്ന ആളാണ്. എന്നാണെന്ന് പറഞ്ഞത് ചുമ്മാ. പണ്ടൊരു രോഗശാന്തി വരെ പ്രാർത്ഥന പറഞ്ഞു, 1-2 രോഗത്തിന് പേര് പറഞ്ഞു ഉള്ളവർ കൈവക്കാൻ പറഞ്ഞപ്പോ അപ്പച്ചൻ അങ്ങ് കൈവക്കി. രോഗം എന്നാന്ന് ഞാനിപ്പോ പറയുന്നില്ല. അങ്ങനെയൊക്കെ ചുമ്മാ ഇന്ന് ഉറങ്ങുമ്പോൾ അങ്ങ് പൊക്കുക. അപ്പൊ ശ്രദ്ധിക്കുക, ഇയ്യോബിനെ പറ്റി പറയാം, നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷപ്പെട്ടവൻ. അപ്പൊ ക്വാളിറ്റി. ഇനി അദ്ദേഹത്തിന്റെ വിശേഷത നാട്ടോട്ട് വായിച്ചാട്ടെ. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. 7 പുത്രന്മാരും 3 പുത്രിമാർ. 7 3 10 പിള്ളേരുടെ ബഹുമതി ഇയ്യോബിനുണ്ട്. നമുക്ക് 2 പിള്ളേരുണ്ട്, പിന്നെ ഗമയൊക്കെ കാണണം. ഇപ്പൊ പിന്നെ പിള്ളേരധികം ഇല്ലല്ലോ. ആകെ 2 ഉണ്ട്. ഇതുപോലെ അനുസരണം കിട്ടുന്നത്. പണ്ടൊക്കെ 8-10 പിള്ളേരാ. എല്ലാം നല്ല ചിട്ടയും ക്രമവുമാണ്. മൂത്തവരെ ഇളയത്തിങ്ങളും കൂടെ സംരക്ഷിക്കും. മൂത്തവരെ ഏൽപ്പിച്ച അമ്മയും അപ്പനും ഇളയത്തിങ്ങളെ ഏൽപ്പിച്ച മൂത്തവരെ ഏൽപ്പിച്ച അവര് ജോലിക്കൊക്കെ പോകുന്നത്. മൂത്തത് പെൺപിള്ളേരാണെങ്കിൽ ആ വീട്ടിൽ വലിയ ചുമതലയായിരിക്കും മൂത്ത പെണ്ണിന്. താഴോട്ട് 5-8 ഉണ്ടെങ്കിൽ ആ വീട്ടിൽ അമ്മയെക്കാളും കഷ്ടപ്പാട് മൂത്ത ഗുണമുള്ള കാര്യമല്ലേ പറയാൻ. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയാ. 8-10 പിള്ളേര് അവരുടെ അനുഗ്രഹമാണ്. മക്കളെ പോകാൻ അവകാശവും ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം. വീടിന്റെ കയ്യിൽ അസ്ത്രം അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവരെ കൊണ്ട് തന്നെ ആവനാടിൽ നിറച്ചിരിക്കുന്ന പുരുഷൻ സ്തോത്രം. ആകെ ഞാനൊന്നും വ്യാഖ്യാനിക്കുന്നില്ല, കർത്താവിന് മകതം. അപ്പോൾ ഇയ്യോബിന് 7 പുത്രന്മാരും 3 പുത്രന്മാർ. 7 3 10 പിള്ളേരുടെ പിതാവെന്നുള്ള ബഹുമതി ഇയ്യോബിനുണ്ട്. ഇനി സാമ്പത്തിക പദ്ധതി വായിച്ചേ. അവൻ 7000 ആടും. പണ്ടൊരാൾ പറഞ്ഞു, ഇയ്യോബ് 7000 ആടുമായിരുന്നു. 7000 ഒന്നും നമ്മൾ പൊക്കത്തില്ല. ഇയ്യോബിനെ കൊണ്ട് നമ്മൾ ഒരേ ആട്ടം ആടുമ്പോ കൊടയില്ല. ഇയ്യോബ് അങ്ങനല്ല. ആടുമാടുകളുടെ കാര്യമായി പറഞ്ഞ 7000 ആടുകളും 3000 ഒട്ടകം, പിന്നെ 500 ഏർക്കാള, പിന്നെ ഒരേ കാള എന്ന് പറഞ്ഞ 2 കാള. അപ്പൊ 500 × 2 = 1000 കാള. ചുരുക്കി പറഞ്ഞ വേറെ കൊണ്ട് താങ്കൾ പറയുന്നത് എല്ലാം കൂടെ ഒരു 10-15,000 വരെ വരുന്ന മൃഗസമ്പത്ത് ഇയ്യോബിന്. അപ്പൊ സാമ്പത്തികമായിട്ട് നല്ല ഉന്നതി നിൽക്കുന്നയാളായി ഇയ്യോബ്. 15,000 വരുന്ന മൃഗസമ്പത്ത്. പണ്ട് കാലത്ത് ഒരു മനുഷ്യന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ ഭദ്രത തുലനം ചെയ്യുന്നത് മൃഗത്തിന്റെ എണ്ണം നോക്കിയ. കന്നുകാലി ധാരാളം ഉണ്ടെങ്കിൽ അവൻ കാശുകാരനാണ്. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ, ഇവിടുത്തെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പണ്ടൊക്കെ അവിടെ കല്യാണം ആലോചിക്കാനൊക്കെ ചെറുക്കന്റെ വീട്ടിൽ വരുമ്പോൾ കാർന്നവന്മാരോ തത്തുല്യമായ ആൾക്കാർ തുറവാണ് നോക്കുന്നത്. വലിയ തുറവാണ്. മനസ്സിലാകും ചിന്നമേനെ ഇവിടെ തന്നെ എടുക്കുന്നതാ നല്ലത്. തുറവ് വലുതാണെങ്കിൽ അവർക്ക് മനസ്സിലാകും നെൽപ്പാടമുള്ളവരാ.
കന്നുകാലി ഉള്ള മോണ്ടലിയ വലിയ തുറ, അത് 3-4 തുറവുള്ള. ഇവിടെ എന്നാ പറഞ്ഞത്? വൈക്കോല്. അല്ല, വൈക്കോല് അതിന് ഞങ്ങളിവിടെ തുറന്നാ പറഞ്ഞത്. ഇവിടെ ഞാൻ പറഞ്ഞത് എന്തൊരു മനസ്സിലായല്ലോ. അതറിയാം. നീ അത് പറഞ്ഞൊരു തർക്കം ഉണ്ടാകണ്ട. സിഒ കൺവെൻഷൻ. അപ്പൊ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. അപ്പൊ പുരാതന കാലത്ത് ഒരു മനുഷ്യന്റെ സാമ്പത്തിക നിലവാരത്തിന്റെ ഭദ്രത തുലനം ചെയ്യുന്നത് മൃഗത്തിന്റെ എണ്ണം നോക്കിയ. അതുകൊണ്ട് അബ്രഹാമും യാക്കോബൊക്കെ സമ്പന്നന്മാരാന്ന് പറയാൻ കാര്യം നിരവധി മൃഗസമ്പത്താണ്. ഇന്ന് അങ്ങനൊന്നും അല്ല സാമ്പത്തിക നിലവാരം നോക്കുന്നത്. ഇന്ന് കന്നുകാലി കൊണ്ടേ ഗതികേടാ. കന്നാലി അവിടെ തിന്നില്ല. എങ്ങനെയാണ്? 1-2 പശുക്കളുണ്ട്. ഗതികേടാ. ഇന്ന് കൊടുത്തത് കാശുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? വണ്ടിയും വീടും രണ്ടും ലോണാണ്. വണ്ടിയും ലോണാ. സിസിക്കാർ പിടിക്കുന്നവരാവും വേറെ വഴി കൂടെ പോകുന്നത്. സിസിക്കാർ പിടിക്കാൻ നിൽക്കുക അവിടെ ചെമ്പൂര് ഇറങ്ങി കള്ളിക്കാട് വഴിയാണ് പോകുന്നത്. വരവൊക്കെ കണ്ട അവർക്ക് അമ്പാനിയാണ്. വീട് വെക്കുന്ന അങ്ങനെ ഭയങ്കര വീട് കാണുമ്പോൾ നമ്മൾ കൊടുക്കുന്ന കാശ് ലോൺ എടുത്തിരിക്കുക. കാരണം തള്ള ഒപ്പിച്ച വിനയാണ്. അതിനാ അപ്പുറത്തുകാർ 2 നില വെച്ചു. പിന്നെ തള്ള പറഞ്ഞു നിങ്ങളൊക്കെ ഇങ്ങനെയായിട്ട് നടക്കുന്നത്. കാരണം അവര് 2 നില വെച്ചു, നമുക്ക് 2 നില വേണം. ഈ 2 നില ഞാൻ ഒരു ചെറിയ കാര്യം പറയാൻ ഇഷ്ടപ്പെട്ടു. 2 നില ഇനി അധികം വെക്കാതിരിക്കുന്നതാ നല്ലത്. എന്നാളൊരു തള്ള പറഞ്ഞ മേളിൽ കയറിയിട്ട് എത്ര വല്ലമായെന്ന്. 2 നില പണിത് തള്ള താഴെ ഇരുന്ന് മേലോട്ട് നോക്കിയിരിക്കുന്ന അല്ലാതെ മുട്ടനെല്ലാം വെള്ളം കെട്ടി നീരും എല്ലാം വന്ന് തള്ള ഇങ്ങനെ ചുമട് പോയി ഇരിക്കുന്നുണ്ടാണ്. പിന്നെ ജോലിക്ക് വരുന്ന തണ്ട ചാടിക്ക് വരുന്നുണ്ട്. അവിടെ കയറി ആ കാട്ടിലെ കിടക്കുകയും തള്ള ഇതൊന്നും മനസ്സിലായി ഇന്നത്തെ കിടന്നവിടെ ഫുള്ള് ആടെ ഞാൻ അധികം വിളിക്കുന്നില്ല. മിക്കത് ലോണാണ്. ഇയാളുടെ ലോൺ കൂടിയിട്ട് പറഞ്ഞ് പക്ഷേ ഇത് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഭയങ്കര വീടാണ്. പക്ഷെ അടയ്ക്കാൻ ഒരു നിർവാഹവും ലഭിക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, വീടും വണ്ടിയൊന്നും കണ്ട ആരെയും കാശുകാരാണെന്നും ധരിക്കണ്ട. എന്നാൽ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ധനാഢ്യനായ മനുഷ്യനാണ് ഇയ്യോബ്. ആ ഇയ്യോബിനെ പറ്റി പറഞ്ഞ നിഷ്കളങ്കൻ നേരുള്ളവൻ ദൈവഭക്തൻ ദോഷപ്പെട്ടവൻ. അവന് 7000 ആട് 3000 ഒട്ടകവും 7 മക്കളും 7 ആൺകുട്ടികളും 3 പെൺകുട്ടികളും 7000 ആട് 3000 ഒട്ടകവും 500 കാളയും 500 പെൺകുട്ടികളും വലിയ മൃഗസമ്പത്ത്. അപ്പോൾ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ധനാഢ്യനായ മനുഷ്യനാണ് ദൈവത്തിന്റെ ദാസനാകുന്ന ഇയ്യോബ്. ഇയ്യോബിന്റെ ഒരു ക്വാളിറ്റി പറയാം, വലിയ ധനാഢ്യന്മാർ തികഞ്ഞ ദൈവഭക്തനാണ്. അതാ ഇയ്യോബിന്റെ വിശേഷത. എന്റെ ഭാഷ പറഞ്ഞാൽ നല്ല കാശുകാരനാ, പക്ഷെ നന്നായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ഭക്തനാ. ഇന്ന് കാശുണ്ടെങ്കിൽ ഭക്തിയില്ല, ഭക്തി ഉണ്ടെങ്കിൽ കാശുമില്ല. ചില സമയമൊക്കെ എല്ലാവരുടെയും കാര്യമില്ല. ചില സമയം കാശുകാരെ ശ്രദ്ധിച്ച് ഒരെണ്ണം തോത്രം പറയുകയല്ല, എല്ലാവരുടെയും കാര്യമല്ല. എന്നാൽ നല്ലതുപോലെ കാശുള്ളവരെ എനിക്കറിയാം ദൈവത്തെ നന്നായിട്ട് ആരാധിക്കുന്നവരുണ്ട്. ആ വിഭാഗത്തിൽപ്പെട്ടയാളാ ഇയ്യോബ്. എനിക്ക് 1-2 പേരെ അറിയാം. എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. എന്റെ ഈ ചെറിയ അറിവിലും അനുഭവത്തിൽ പെട്ടത് എനിക്ക് പറയാൻ പറ്റുമോളല്ലോ. അതുകൊണ്ട് ഞാൻ പറയാം. ഒരു വലിയ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. ആ വീട് ഏതാണ്ട് വലിയ വീടാ, 25,000 സ്ക്വയർ ഫീറ്റാ വീട്. ഞാൻ അവിടെ നിങ്ങൾ ഞെട്ടുവാനിക്ക് വന്നു. വീട് ആ വീട് ഞാൻ വിശ്രമിച്ചിട്ടുമുണ്ട്. താഴത്ത് നിലന്ന് ബെഡ്റൂമിലോട്ട് ലിഫ്റ്റാലാ പോകുന്നത്. സ്റ്റെപ്പ് കയറാൻ 25,000 സ്ക്വയർ ഫീറ്റ്. നമുക്ക് 350 തന്നെ കഷ്ടി അത് തന്നെ ദഹിച്ചിട്ടുമില്ല. എന്നാലും നമ്മുടെ ഞെളിഞ്ഞുള്ള ഇരിപ്പ് കണ്ടാൽ ഞാൻ എന്നെ പ്രതിയാക്കി ഒന്നാം പ്രതി ഞാൻ. പക്ഷെ ആ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ആ ദൈവദാസന്റെ മക്കളുടെ സഹോദരിയുടെ ഒക്കെ വിനയവും എളിമയും അവര് യോഗത്തിന് വന്ന മുട്ടയിലായിരിക്കുന്നു. ഇത് വേറെ ആരുടെ കാര്യമല്ല.
ഭക്തനായ ഒരു ദൈവദാസനുണ്ട്. അവരെ 5-8 പേരുണ്ടായിരുന്നു പിതാക്കന്മാര്. അത് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. എന്നാലും ഞാൻ കാരണം ഇത് ഉള്ള കാര്യമായി പറയുന്നത്. തർക്കം വേണ്ട. മണിയാറ്റ് ഫാമിലിയെ പറ്റിയാണ് പറഞ്ഞത്. ശരിക്കരെ റൈച്ചാനെ അദ്ദേഹം ദുബൈയില ബിസിനസ്സും ഒക്കെ ഉണ്ട്. നല്ല മനുഷ്യനാണ്, ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഞങ്ങള് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ചില ദിവസങ്ങൾ ഇരുന്നിട്ടുണ്ട്. അവരുടെ ആ വിനയം, എളിമ, വിധേയത്വം അതൊക്കെ വളരെ അഭിനന്ദിക്കേണ്ട കാര്യമാണ്. മുഴക്കാലിലേ ഇരിക്കുള്ളൂ പ്രാർത്ഥനയ്ക്ക്. ദൈവദാസന്മാരെയും ദൈവമക്കളെയും ബഹുമാനിക്കാനും ആദരിക്കാനും ഒക്കെ എന്തോ വിനയമാണ്. അവരുടെ വലിയമ്മമാരെല്ലാം പഴയ ഭക്തന്മാരായിരുന്നു, വിയോജിതക്കാരായിരുന്നു. മണിയാറ്റ് കുഞ്ഞോമാച്ചനെ, തോമാച്ചനെ, കുട്ടിച്ചനെ, മത്തായിച്ചനെ അവരെല്ലാം പഴയ ഭക്തരായ മനുഷ്യരാണ്. ഒത്തിരി സാക്ഷ്യങ്ങൾ അവരെ പറ്റി പറയാനുണ്ട്. ഇപ്പൊ അതല്ലല്ലോ നമ്മുടെ വിഷയം. ഉദാഹരണം പറഞ്ഞതാണ്. വേറെ എനിക്ക് അറിവുള്ളൊരു വീടുണ്ട്. അതും ഇതുപോലെ ഭയങ്കര വീടാണ്, വലിയ വീടാണ്. സുഭാഷൊക്കെ അറിയാം, ഞങ്ങളവിടെ പോയിട്ടുണ്ട് ധാരാളം. വലിയ ബിസിനസ്സുകാരാണ്. പക്ഷെ ആ പ്രിയപ്പെട്ടവന്റെയും സഹധർമ്മിണിയുടെയും 3 കുഞ്ഞുങ്ങളാണ്. 2 ആൺപിള്ളേരും 1 പെൺകുട്ടി. എന്തോ വിനയമാണെന്ന് അറിയാം. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിലെ അല്പം കാശ് പുത്തന് കിട്ടിയാൽ ദൈവത്തെ വിളിക്കാത്തവരുമുണ്ട്. അഹങ്കാരികൾ ഇതിനകത്ത് ധാരാളമുണ്ട്. എന്നാൽ ഇയ്യോബിന്റെ വിശേഷത വലിയ ധനാധികനും ആ തികഞ്ഞ ദൈവഭക്തനുമാണ്. ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം, അവൻ ധനത്തിൽ പ്രശംസിക്കരുത്. ഇത് നിലനിൽക്കുന്നതല്ല, നിലനിൽക്കുന്നതല്ല. കുരുകിൽ ഭാരം പോകുന്നത് പോലെ നിന്റെ കാശ് പോകും. ഒരു നല്ല പനിക്കില്ല നിന്റെ കയ്യിലുള്ള ഇപ്പോഴത്തെ കാശ്. മനുജ നീ ധനമതു നിന്നയാതെ മനുജ, നീ ധനമതു നിന്നയാതെ മനുജ, നീ ധനമതു നിന്നയാതെ മനുജ, നീ ധനമതു നിന്ന മരണം വരുമെന്നിന്റെ പണം നോട്ടി നേരം, മരണം വരുമെന്നിന്റെ പണം നോട്ടി നേരം, തിരിയുമ്പോൾ അതിനെ ചേട്ടം പാട്ടിച്ചാലും ചലമോനു മറിയോ മകരിഞ്ഞില്ല. വളരെ വേഗം ചരണമാക്കി മരുവിടണം കരണിയിൽ മനുജ, നീ ധനമതു നിന്നയാതെ മനുജ, നീ ധനമതു നിന്നയാതെ മനുജ. പകലിലെ പുതുമങ്ങൾ വിടരുന്നു കാലെ, വിടരുന്നു പല നിറമാതി കൊടികാലെ, ചലമൊന്നു മറിയോ മകരിഞ്ഞില്ല കാലെ, വളരെ വേഗം ചരണമാക്കി മരുവിടേണ്ട തരണിയിൽ മനുജ, നീ ധനമതു നിന്നയാതെ മനുജ. അപ്പൊ ശ്രദ്ധിക്കുക, നിന്റെ സമ്പത്തിൽ പ്രശംസിക്കരുത്. കയ്യിലിരിക്കുന്ന കാശ് ഒരു നല്ല പനിക്കില്ല. പനിക്ക് ഇപ്പൊ ഞാൻ എപ്പോഴും പറയും, ആതുര രംഗങ്ങളിലൊക്കെ ഇപ്പൊ ബിസിനസ് അല്ലേ എനിക്കതോ. ഞാനൊരു കാര്യം പറയാം, ഇഷ്ടമുണ്ടെ ജോലിച്ചാൽ മതി. മരുന്നെടുക്കുന്നവര് അത്യാവശ്യം അസുഖം വരുമ്പോൾ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന കുറച്ചുകൂടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതുകൊണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ വലിയ കുഴപ്പടി വരികയല്ല. അല്ലാത്തടത്തോട് പോയാൽ ബിസിനസ് ഇല്ലേ എന്നൊക്കെ പറഞ്ഞു. ഉദാഹരണം പറയാൻ പണരുത്, തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഉദാഹരണമായി പറയുന്നത്, പണ്ട് കാലത്ത് നമ്മുടെ സഹോദരി അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവര് ഗർഭവതികളായാല് വീട്ടിൽ ജോലിയൊക്കെ ചെയ്യും. ജോലി ചെയ്യും. അമ്മമാരൊക്കെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് അറിയാം. നെല്ലൊക്കെ വളർത്ത് ഞാൻ വലിയമ്മച്ച് പറഞ്ഞിട്ടുണ്ട്, വയറ് നിറഞ്ഞു നിൽക്കുമ്പോഴും നെല്ല് വറുത്ത് കുത്തുമായിരുന്നു. കൊയ്യാനും ഒക്കെ പോകും. വീട്ടിലെ ജോലിയൊക്കെ ചെയ്യും. തുണി അനക്കും, വെള്ളം പോരും, അടുപ്പിൽ ഊതി കത്തിക്കും. വലിയ കുഴപ്പമോ? ഇപ്പൊ ഈ ബിസിനസിന്റെ പ്രഗ്നന്റ് ആയി ഉടനെ ആശുപത്രിയോട്ട്
ഒന്നേ നടന്നു പോയി, ഇല്ലേ ബസ്സിൽ പോയി, അല്ലെങ്കിൽ ഓട്ടോയിൽ പോയ സൂസി. അവിടെ ചെന്ന് ഡോക്ടർ പരിശോധിച്ച് ഒരു കാരണവശാലും അനങ്ങരുത്. അങ്ങോട്ട് കുതിച്ച് കുതിരയെ പോലെ സൂസി. ഞാൻ തമാശ പറഞ്ഞതല്ല. നേരെ വന്ന് കട്ടിലോട്ട് കയറി. ഇവിടെ കൈ എടുക്കാൻ വെള്ളം വരെ ബിസിനസ്സാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. ആശുപത്രി പോകരുതെന്നല്ല നീ പറഞ്ഞത്. മരുന്നെടുക്കുന്നവർ പൊക്കോ. പക്ഷെ രോഗശാന്തി വിശ്വസിക്കുന്നവർ നീ വിശ്വസിച്ച് ദോഷം ചെയ്യുക. സൗഖ്യമാക്കുന്ന വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് അവനെ രക്ഷ തരുന്ന ഒരു ദൈവമുണ്ട്. നിന്നെ ഉദ്ധരിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ യോബിന്റെ വിശേഷത വലിയ ധനാഢ്യനുമാണ്, തികഞ്ഞ ദൈവഭക്തനുമാണ്. കാശ് ഉണ്ടെങ്കിലും അതിന്റെ ഹുങ്കൊന്നും പുള്ളിക്ക് ഇല്ല. ചില സമയത്തൊക്കെ കാശുകാരാ സ്മാർട്ട് വരെ ഭരിക്കുന്നത്. മാസത്തിൽ മിണ്ടണമെങ്കിൽ പുള്ളിയോട് ചോദിക്കണം. ഇവരിച്ചിരി കാശുണ്ട്, അതിന്റെ ഹുങ്ക ഇവൻ വന്ന കൈയടിക്കുകയില്ല, പാടുകയില്ല, പ്രാർത്ഥിക്കുന്നതിന് ഇവര് സൈഡ് സീറ്റാണ് കൊടുക്കുന്നത്. പിന്നെ നല്ല അന്തരീക്ഷം വരുമ്പോൾ ഏറെ പോട്ട നിന്റെ കയ്യിലിരിക്കുന്ന കാശ് നല്ലൊരു ഭരിക്കില്ല. നിന്റെ കയ്യിലിരിക്കുന്ന കാശ് ഒരു നല്ല അസുഖത്തിനില്ല, വരാതിരിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് രാത്രി ധനത്തിൽ പ്രശംസിക്കരുത്. ധനവാൻ തന്റെ ധനത്തിനും ബലവാൻ തന്റെ ബലത്തിനും ജ്ഞാനം തന്റെ ജ്ഞാനത്തിനും പ്രശംസിക്കരുത്. ഇന്ന് രാത്രി ദൈവത്തിൽ പ്രശംസിക്കുക. പൗലോസ് പറഞ്ഞു, എനിക്കോ അവൻ സ്വോത്രം ജഗത്തിൽ പ്രശംസിപ്പാൻ വളരെ ഒത്തിരിയുള്ളതാണ്. 8-ാം നാളിൽ പരിച്ഛേദനയത്തവൻ ബെന്യാമീൻ ഗോത്രൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷ കാത്തു നിമിത്തം സമയം കണ്ടമാനം ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിൽ നീതി സമത്വം അനങ്ങില്ല. റോമ പൗരത്തെ കാശ് കൊടുത്ത് മേടിച്ചതിൽ ജന്മനാ കിട്ടിയല്ല. പിന്നെ കപ്പലുണ്ടെന്ന് കപ്പലുണ്ടവൻ തന്റെ മകനൊക്കെയാണ്. അയാളുടെ ഉപദേശിച്ച് പ്രസംഗിച്ചു. പൗലോസിന്റെ കപ്പലിൽ അങ്ങോട്ട് പോകുമ്പോൾ പൗലോസിന്റെ കപ്പൽ ഇങ്ങോട്ട് വരും. ആയിക്കോട്ടെ, എനിക്കെതിരില്ല. ഒരു കപ്പൽ അങ്ങോട്ട് പോകുമ്പോൾ ഒരു കപ്പല് പിന്നെ കപ്പലെല്ലാം അങ്ങോട്ട് എന്തായാലും കൊള്ളാം. അതുപോലെ ഒത്തിരി പ്രശംസിപ്പാൻ വകയുള്ളതാണ് പൗലോസ്. പക്ഷേ ഡമസ്കസിന്റെ പഠിക്ക വെച്ച് യേശുവിനെ കണ്ടു, നസറായനെ കണ്ടുമുട്ടി. നട്ടുച്ച നേരത്തിന്റെ സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശത്തിന് ഹിതപ്പെട്ടു. ഇന്ന് രാത്രി യേശുവിനെ കാണണം. നിനക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും യേശുവിനെ കണ്ടില്ലെങ്കിൽ നിന്റെ ജീവിതം പോയെന്ന്. ഇന്ന് രാത്രി യേശുവിനെ കാണണം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണണം. നിനക്ക് വേണ്ടി ജീവനെ തന്നെ യേശുവിനെ കാണണം. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അവൻ സ്വർഗ്ഗമഹനമായിട്ട് ഇറങ്ങി വന്ന യേശുവിനെ നീ കാണണം. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ജീവനെ തന്നെ യേശുവിനെ കാണണം. നിനക്ക് വേണ്ടി രക്തം ചിന്തിച്ച യേശുവിനെ കാണണം. നിനക്ക് വേണ്ടി മുറുക്കപ്പെട്ട തിരിച്ചറിയെ ഓർക്കണം. നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന യേശുവിനെ കാണണം. ഡമസ്കസിന്റെ പഠിക്ക വെച്ച് നട്ടുച്ച നേരത്തേക്ക് സൂര്യനേക്കാൾ വേണ്ടി പ്രകാശം അതിനടിമപ്പെടുത്തി നീ ആരാ കർത്താവേ? മറുപടി, ആ ശൗലേ, നീ ഉപദ്രവിക്കുന്ന നസറേയനാകുന്ന യേശു. ഇന്ന് രാത്രി യേശുവിനെ കണ്ടേ പോകാവൂ. യേശുവിനെ കാണണം. യേശു മാത്രമാണ് ദൈവം. യേശു ക്രിസ്തു മാത്രമാണ് ഏക ദൈവം. യേശു ക്രിസ്തു മാത്രമാണ് സത്യദൈവം. മറ്റൊരുത്തവനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ പരിശുദ്ധ നാമം. കർത്താവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി യേശുവിനോട് പ്രാർത്ഥിച്ച്, എന്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എന്റെ യേശുവേ എന്നെ വിടുവിക്കണം, എന്റെ യേശുവേ എന്നെ സൗഖ്യമാക്കണം. നിന്നെ സൗഖ്യമാക്കുവാൻ, രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ ഇന്ന് രാത്രി നസറായൻ ഇതിന്റെ നടുവിനെ ഉദാരിക്കൊണ്ടിരിക്കുക. ഭാരത്ത് മക്കത്തെ കെട്ടവനാ ചുട്ടുപടിപ്പിച്ച വെള്ളോടുന്ന സദൃശമുണ്ട്. ഭാരമുള്ളവനായ ഏഴ് നക്ഷത്രം വലഞ്ഞിട്ട് പിടിച്ച് നിലവിളക്കുന്ന നടുവിൽ നിലയിട്ട് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ ഇന്ന് രാത്രിയോടെ നമ്മുടെ നടുവിലുണ്ട്. അനുഭവിക്കുന്നവർ ദൈവത്തെ ശ്രദ്ധിക്കും. മൗനമായിട്ടിരിക്കാതെ കർത്താവിന് മഹിത്തം കൊടുത്ത്, കർത്താവിന് മഹിത്തം കൊടുത്ത്, ദൈവത്തിന് മഹിത്തം, 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 ദൈവത്തിന് മഹിത്തം. എനിക്ക് സമയം എവിടെ ആരും ഇല്ലല്ലോ.
ഇതിന്റെ ബാക്കി ഭാഗം ദൈവം അനുവദിച്ചാൽ നാളെ നമുക്ക് ചിന്തിക്കാം. ഒരിക്കൽ കൂടി കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. യേശു ജീവിക്കുന്ന യതിന് ഞാനും എന്നേക്കും ജീവിക്കയാലമേശു ജീവിക്കുന്ന യതിന് ഞാനും ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം ലലിയല്ല യേശുവേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. നമുക്ക് നാളെ രാത്രി ദൈവവചനം ചിന്തിക്കാം. ഞാൻ ഇന്ന് രാത്രി കടന്നു പോകുന്ന ആളുകളിൽ ഫ്യൂണറൽ സർവീസ് ഉണ്ട്. അത്യാവശ്യം ഒന്നിന്റെ കാര്യമുണ്ട്. അത് കഴിഞ്ഞേച്ച് ദൈവം അനുവദിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നാളെ നേരത്തെ എത്താം. നേരത്തെ നമുക്ക് വചനം ധ്യാനിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന അപേക്ഷിക്കുന്നു. കൃത്യം 9 നിർത്തി. അതും എനിക്കറിയാം. അപ്പം നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും ഒരു മിനിറ്റ്. ജീവിക്കുന്നു, ജീവിക്കുന്നു,
ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുന്നിൽ നമ്മെ സമർപ്പിച്ചു കൊടുക്കാം. എന്തുണ്ടെങ്കിലും